F-35 മലയാളികൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രോളിനുള്ളൊരു ആയുധമായിട്ട് ഉപയോഗിക്കുന്നുണ്ടോന്നൊരു സംശയം. എടുത്തു തിരുവനന്തപുരത്ത് കാലക്കേടിനത് അവിടെ വന്ന് വീഴുകയും ചെയ്തു. ഇനി എങ്ങനെ ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റുന്നുമില്ല. നമ്മൾ ചിന്തിച്ചു നോക്കണം, ഏകദേശം 1000 കോടിക്കടുത്ത് വിലയുള്ള ഒരു മുതലാണ് അവിടെ കിടന്നിട്ട് ഇങ്ങനെ നാട്ടുകാരുടെ കളിപ്പാട്ടായിട്ട് തട്ടി കളിക്കുന്നത്. മലയാളി എവിടെ ഉണ്ടോ അവിടെ വരെ, എവിടെ UK വരെ ട്രോള്. ഇത് അവരുടെ നാട്ടിൽ നിന്ന് തന്നെ, സ്വന്തം നാട്ടിൽ നിന്ന് തന്നെ, കുടുംബത്തിൽ നിന്ന് തന്നെ അടി എന്ന് പറഞ്ഞാൽ ആ ട്രോളൊന്ന് വായിച്ചു കൊടുത്ത് നാട്ടുകാർ കേൾക്കട്ടെ. മകനെ മടങ്ങി വരൂ. അതായത് യുദ്ധവിമാനത്തിന്റെ ഫോട്ടോയും കൂടെ കൊടുത്തിട്ടാണ് ഈ നമ്മുടെ കേരള ടൂറിസ്റ്റ് അല്ല അവരുടെ ഒരു പുതിയ പോസ്റ്റാണ് വരുന്നത്. മകനെ മടങ്ങി വരൂ എന്നാണ് പറയുന്നത്. കുറച്ച് ദിവസമായിട്ടൊരു VVIP നമ്മുടെ നാട്ടിലുണ്ട്. 700 കോടി രൂപയുള്ള ഒരു വിമാനം. നമ്മളൊരു 300 രൂപയ്ക്ക് നമ്മളൊരു കുട വാങ്ങിച്ചത് കരുതിക്കോ. ഏറ്റവും കൂടുതലാണ് 300 രൂപയൊക്കെ. സാധാരണക്കാർക്ക് ചിലപ്പോൾ അതിലും താഴെ കുട കിട്ടുമെന്ന് എനിക്കറിയില്ല. ഞാനൊക്കെ വാങ്ങിച്ചിരിക്കുന്ന കുടയ്ക്ക് 290-300 രൂപയാണ്. ഒരു 5 വർഷമായിട്ട് ആ കുട എൻ്റെ കൂടെ ഉണ്ട്. ഈ 5 വർഷം കൊണ്ട് ഞാൻ ആ കുടയെ എവിടെ വെച്ചാലും ഞാനത് മറക്കാതെ കറക്റ്റായിട്ട് എടുത്ത് എൻ്റെ ബാഗിൻ്റെ അകത്ത് വെച്ച് ഞാൻ കൊണ്ടുപോകും. കാരണം നമ്മളൊരു 290 രൂപ ചിലവാക്കിയ സാധനമല്ലേ, അത് നഷ്ടപ്പെട്ടു പോകുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് നമുക്കറിയാമല്ലോ. അപ്പോൾ അത്രയും ഒരു 290 രൂപയുടെ ഒരു കുടയ്ക്ക് പോലും മലയാളികൾ, സാധാരണക്കാരായ മലയാളികൾ അത്രയും വാല്യൂ കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് 700 കോടിയുടെ വിമാനത്തിന് ഒരു വിലയും ഇല്ല എന്ന് ബ്രിട്ടൻ തന്നെ കാണിച്ചത്. മഴ, വെയില്, ആളുകളുടെ ട്രോള്, പിന്നെ ട്രോളന്മാരുടെ എടുത്തൊടുക്കല് എല്ലാം കഴിഞ്ഞ് UK നിന്നും കിട്ടി ട്രോള്. സ്വന്തം വീട്ടിൽ നിന്ന് അപമാനിച്ചിറക്കിയിട്ടായിപ്പോയി എന്ന രീതിയായി മൊത്തത്തിൽ ട്രോളോട് ട്രോളാണ്. ഇതിനും വേണ്ടി ഞാൻ എന്ത് വിളിച്ചു ആ വിമാനം തന്നെ ചോദിക്കുന്ന അവസ്ഥയിൽ. കാരണം ഇന്ത്യ ഇതിൻ്റെ ടെക്നോളജി എന്തെങ്കിലും മോഷ്ടിച്ചു കളയോ അപഹരിച്ചു കളയോ എന്ന് പേടിച്ച് വിമാനം ശംഖുമുഖം കടപ്പുറത്തിൻ്റെ അടുത്തുള്ള എയർപോർട്ടിൻ്റെ അകത്തുനിന്ന് 1 ഇഞ്ച് മാറ്റാൻ സമ്മതിക്കുന്നില്ല. 24 മണിക്കൂർ ഉപഗ്രഹ ചിത്രങ്ങളോടെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം വിമാനത്തിൻ്റെ അടുത്ത് ആരെത്തിയാലും ഇപ്പൊ മോഷ്ടിക്കണമെന്ന് ഇന്ത്യക്കാരൻ വിചാരിച്ചാൽ അത് മലയാളി വിചാരിച്ചാൽ അതിൻ്റെ അകത്തുള്ള സർവ്വ സാധനങ്ങൾ ഇവിടുത്തെ പിള്ളേര് ചെക്കന്മാര് ന്യൂജൻ ചെക്കന്മാര് പൊക്കിയിരിക്കും. ഇപ്പൊ വേണമെങ്കിൽ 4 ദിവസം കഴിയുമ്പോൾ അതിനകത്ത് ഇന്ന സാധനങ്ങളുണ്ടെന്നൊക്കെ ചെക്കന്മാര് ഫോട്ടോയൊക്കെ വരും, ഉറപ്പാണ്. മലയാളികൾ അങ്ങനെ വെല്ലുവിളിക്കരുത്. ഉപഗ്രഹ ചിത്രങ്ങൾക്ക് പോലും ചില മലയാളി പിള്ളേരുടെ പിന്നെ എന്താ ടെക്നോളജിയുടെ മുന്നിൽ പിടിച്ച് നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ വെല്ലുവിളിക്കരുത്. എടുക്കുമെന്നവരുടെ എടുത്തിരിക്കും, പക്ഷെ ഞങ്ങൾക്ക് വേണ്ട, കൊണ്ടുപോക്കും. ആക്രി വിലയ്ക്ക് പോലും നിനക്കൊക്കെ ഇനി ഉപയോഗം ഇല്ലാത്ത സാധനം അത് കൊണ്ടുവെക്കോ. പക്ഷെ ഇന്ത്യയുടേതായ മാന്യത കാണിച്ചു എന്നാണ് നമുക്ക് പറയാനുള്ളത്, അല്ലേ? ഇന്ത്യ അദാനി പറഞ്ഞു വേണ്ട, വാടക കൂലി വേണ്ട, ഹാങ്ങറിലേക്ക് മാറ്റൂ. ഇല്ല, ഞങ്ങൾ മാറ്റൂല. അതിനുവേണ്ടി വിമാനങ്ങൾ വരെ റഷ്യയിൽ നിന്ന് ഇറക്കി, എന്നിട്ടും മാറ്റൂല. അവസാനം പൊളിച്ചു കൊണ്ടുപോവാണ്. ഇപ്പൊ കെട്ടി വലിച്ചു കൊണ്ടുപോകുന്നത് പോലെ മറ്റേ ആ ചെറിയ സ്പാനറിങ്ങൾക്ക് ഇപ്പൊ ശരിയാക്കി. എന്ത് രസമായിട്ട് ആ ട്രോള്. അതുപോലെ തന്നെ ഇപ്പൊ ശരിയാക്കാം. നമ്മളല്ല പറഞ്ഞത്, ബ്രിട്ടനാണ് പറഞ്ഞത്. ഞങ്ങൾ ആളുകൾ ഇതാ വരുന്നുണ്ട്, 30 അംഗ സംഘം ഇപ്പൊ കേരളത്തിലെത്തും. ഇപ്പൊ തന്നെ അതിനെ ആ സ്ക്രൂ ഡ്രൈവർ അങ്ങോട്ട് ഇട്ട് മുറുക്കി ഇപ്പൊ തന്നെ അത് പറന്ന് ബ്രിട്ടനിലേക്ക് എത്തുന്നു. അവസാനം ഓരോ ഭാഗമായിട്ട് പൊളിച്ചെടുത്ത് കൊണ്ടുപോകുന്ന ഒരു ഗതികേട് കാണണം. അല്ല, ബ്രിട്ടന്റെ ഗതികേട് എന്നതിനപ്പുറത്തേക്ക് ഈ F-35 ഇപ്പം ബ്രിട്ടനെക്കാളും F-35 ഉണ്ടാക്കിയ കമ്പനി ഇല്ലേ, ലോക്ഹീഡ് മാർട്ടിൻ. അവരുടെ അവസ്ഥയൊന്നും ചിന്തിച്ചു നോക്കി. അവര് വലിയ സംഭവമാണ്, 5ാം തലമുറ യുദ്ധവിമാനാണ്, അതാണ് ഇതാണെന്ന് പറഞ്ഞ മലപ്പുറം കത്തി അമ്പും വില്ലും. അവസാനം ഇപ്പോ പവരായി വെയിലും മഴയും കൊണ്ട് നടറോടി കിടക്കണ അവസ്ഥ വന്നു. ഇതിപ്പോഴേ മാഞ്ചസ്റ്ററിൽ ഒരു കേരള റെസ്റ്റോറന്റ് ആണ് കേരള ടൂറിസത്തിന്റെ ചുവട് പിടിച്ച് രസകരമായി പരസ്യം ഉണ്ടായിരിക്കുന്നത്. അവിടെയും കേരളീയരി തന്നെയാണ്, തനി മലയാളി. ബ്രിട്ടീഷ് F-35 യുദ്ധവിമാനത്തോടായി മകനെ മടങ്ങി വരൂ എന്ന് പറയുന്നതാണ് പരസ്യവാചകം. കേരളത്തിന്റെ രുചി തങ്ങൾ മാഞ്ചസ്റ്ററിൽ വിളമ്പുമ്പോൾ നീ എന്തിന് അവിടെ തന്നെ നിൽക്കുന്നുവെന്ന് കേരള റെസ്റ്റോറന്റ് F-35 യുദ്ധവിമാനത്തോട് ചോദിക്കുന്നു. കേരളത്തിലെ ചായക്കടയ്ക്ക് മുന്നിൽ പാർക്ക് ചെയ്തിരിക്കുന്ന യുദ്ധവിമാനവും അവിടെ നിന്ന് ഹെൽമറ്റും കയ്യിൽ പിടിച്ച് ചായ കുടിക്കുന്ന പൈലറ്റിനെയും പരസ്യത്തിൽ കാണാം. ആ പരസ്യം നമ്മൾ കാണിച്ചു. എന്ത് രസകരമായി അവർ ചെയ്തിരിക്കുന്നു, അല്ലേ? നമ്മുടെ കേരള ടൂറിസത്തിന്റെ കമ്മീഷന്റെ മറ്റൊരു ലെവൽ എന്ന് വേണം പറയാൻ. യുദ്ധവിമാനം ചായക്കടയിൽ നിൽക്കുന്നു, ചായ കുടിച്ചുകൊണ്ട് പൈലറ്റ് നിൽക്കുന്നു. കേരളത്തിലെ അതേ രുചി തന്നെ ഞങ്ങൾ മാഞ്ചസ്റ്ററിൽ ഒരുക്കിയിരിക്കുന്നു. മകനെ നീ അവിടെ നിൽക്കരുത്, മടങ്ങി വരൂ.
പരസ്യത്തിന്റെ ക്യാപ്ഷനിൽ രസകരമായ വാചകമുണ്ട്. കളിക്കാനുള്ള സമയം കഴിഞ്ഞു, കേരളത്തിന്റെ ആകാശത്ത് നിന്ന് മാഞ്ചസ്റ്ററിന്റെ ഹൃദയത്തിലേക്ക് തിരികെ പറക്കാനുള്ള സമയമായി. ഞങ്ങൾ കേരളത്തെ UK കൊണ്ടുവന്നിരിക്കുന്നു. സ്വന്തം മണ്ണിനെ ഇവിടെ പുനഃസൃഷ്ടിച്ചപ്പോൾ എന്തിനാണ് തിരികെ പോകുന്നത്? ഓരോ കടിയിലും ദൈവത്തിന്റെ സ്വന്തം നാട് ജീവിക്കുന്നു. കേരളത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് UK നിർമ്മിച്ചത് എന്നിങ്ങനെ പോകുന്നു പരസ്യവാചകങ്ങൾ. കേരളത്തിന്റെ വൈബിനായി ഗൗരവത്തോടെ കൊതിക്കുന്നവരെ ഇതൊരു തമാശ എടുക്കണമെന്നും പോസ്റ്റിന്റെ അവസാന വരിയായി ചേർത്തിട്ടുണ്ട്. അല്ലെ ചില പോലെ പ്രശ്നം വന്നാലോ. ബ്രിട്ടീഷ് പാർലമെന്റിൽ അടക്കം ചർച്ചയായ കേരളത്തിലിറങ്ങിയ യുദ്ധവിമാനത്തെ കേരള ടൂറിസം പ്രൊമോഷനായി വളരെ ഫലപ്രദമായി ഉപയോഗിച്ചു. കേരളത്തിന്റെ മനോഹാരിത ചൂണ്ടിക്കാട്ടി ഒരിക്കലും വിട്ടുപോകാൻ ആഗ്രഹിക്കാത്ത സ്ഥലമാണിതെന്ന് കേരളത്തിലെത്തിയ F-35 വിമാനം പരസ്യത്തിൽ പറയുന്നുണ്ട്. കേരളം അത്രയ്ക്ക് മനോഹരമായ സ്ഥലമാണ്, എനിക്ക് വിട്ടുപോകാൻ താല്പര്യമില്ല. എന്നെ കുറിച്ചുകൊണ്ട് F-35 എന്ന് കുറിച്ചുകൊണ്ട് F-35 വിമാനം 5 സ്റ്റാർ റേറ്റിംഗ് നൽകി ശുപാർശ നൽകിയാണ് പരസ്യം ചെയ്തത്. അതേസമയം F-35 യുദ്ധവിമാനം നന്നാക്കാൻ വിദഗ്ധ സംഘം ഈ ആഴ്ച തന്നെ തിരുവനന്തപുരത്ത് എത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. 40 അംഗ ബ്രിട്ടീഷ് അമേരിക്കൻ സാങ്കേതിക വിദ്യയുടെ സംഘമാണ് തിരുവനന്തപുരത്തേക്ക് എത്തുന്നത്. ബ്രിട്ടീഷ് സൈന്യത്തിന്റെ C-17 ഗ്ലോബ് മാസ്റ്റർ വിമാനത്തിലാവും ഉപകരണങ്ങളുമായി സംഘം എത്തുക. ഹാങ്ങറിലെത്തിച്ച് തകരാർ പരിഹരിക്കാനായില്ലെങ്കിൽ സൈനിക ചരക്ക് വിമാനമായ ഗ്ലോബൽ മാസ്റ്ററിൽ തിരികെ കൊണ്ടുപോകാനുള്ള നീക്കമാണ് നടക്കുന്നത്. വിമാനത്തിന്റെ 2 ചിറകുകൾ അഴിച്ചു മാറ്റിയ ശേഷം ജൂലൈ 15-നകം വിമാനം ഇവിടെ നിന്ന് കൊണ്ടുപോകും. അല്ല, ഞാനും മനസ്സിലാക്കുന്നത്, ഞാൻ ചോദിക്കുന്നതല്ല, ഇവർ ഇത്ര കഷ്ടപ്പെടേണ്ട കാര്യമില്ല. ഇത് കയറ്റിക്കൊണ്ട് പോകാൻ ഒരു വിമാനം കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അവർക്കും കൊണ്ടുപോയി കൂടെ, അവരുടെ കയ്യിൽ ഉണ്ടാവില്ല ഒരു വിമാനം. അതെ, എന്തിനു വെറുതെ ഈ ആളെ കൊണ്ട് പറയിപ്പിക്കും? നാണക്കേട്. ഇവ തലയിൽ കൊണ്ടിട്ട് നടക്കേണ്ട അവസ്ഥയായി. F-35 അവസ്ഥ അത് തന്നെ, അത് ഉണ്ടാക്കിയ ആളുടെ അവസ്ഥ തന്നെ, ഇത് അവിടെ ഇറക്കിയ പൈലറ്റിന്റെ അവസ്ഥ എന്താ? F-35 കൊണ്ടുവന്നത് ഇപ്പോഴും കേരളത്തിലാണ് തലയെ കൊണ്ടിട്ട് പൊടെ എന്താ പറയുന്ന ഒരവസ്ഥ തോന്നുന്നു. അല്ലേ ചോക്ക് ശരിയാ, കേരളത്തിൽ വന്ന് ആർക്ക് തിരിച്ചു പോകാൻ തോന്നൂല അല്ലേ? പിന്നെ മറ്റൊരു ട്രോളും കൂടെ ഉണ്ടല്ലോ, കേരളത്തിൽ എന്ത് വന്നാലും കട്ടേ പടേ. അത് സത്യം. എനിക്ക് തോന്നേ ഈ വിമാനം പറന്നുകൊണ്ടിരുന്നപ്പോ കാരണം പോകുന്ന താഴെ നിന്ന് മുകളിലോട്ട് നോക്കി, അപ്പൊ തന്നെ എഞ്ചിനെല്ലാം തീർന്ന് അടിച്ചു പോയി താഴെ വന്ന് കിടപ്പുണ്ട്. എന്തായാലും പരസ്യവാചകങ്ങൾക്കെങ്കിലും അതിൻ്റെതായ രീതിയിൽ നമ്മൾ പ്രയോജനപ്പെടുത്തി എന്നുള്ളതാണ്. അതേ രീതി ബ്രിട്ടൻ ഉപയോഗിച്ചു എന്നുള്ളതാണ്. അവിടെ മലയാളി തന്നെ. അല്ല, ഈ പരസ്യം എഴുതുന്നവരുടെ ബ്രില്യൻസിനെ നമ്മൾ അംഗീകരിച്ചു. തീർച്ചയായിട്ടും. ഇത്രയും ദിവസമായിട്ടും വേറെ ആരും ഈ ഒരു സാധ്യത കണ്ടില്ലല്ലോ. കേരള ടൂറിസത്തിന്റെ പരസ്യം ചെയ്യുന്ന കമ്പനി അതിന്റെ ആരോ ഒരാളുടെ തലയിൽ ഉദിച്ച ഒരു സാധനം, അത് 2 ദിവസം കഴിയുമ്പോൾ വരും വാർത്തയിൽ. ഇത് ആരാണ് ഇതിന്റെ പിന്നിൽ എന്നുള്ള വാർത്തയൊക്കെ വരും. കാരണം അയാൾ അന്വേഷിച്ച് നടക്കുന്നുണ്ട് ഇപ്പൊ എല്ലാവരും. പിന്നെ അയാളെ ആ തലയെന്നൊക്കെ പറഞ്ഞ അതൊരു 1.5 തലയാണ്. ഈ ഒരൊറ്റ പരസ്യത്തോടെ ആ തലയ്ക്ക് നല്ല വിലയായി. അന്നത്തെ ഒരു തലേ നമ്മൾ പറയും പോലെ ആയിപ്പോയി. ഭയങ്കര ബ്രില്യൻസ് ആയിപ്പോയി ആ ചിന്ത. അതെ, പക്ഷെ ഒന്ന് ആലോചിച്ചോക്ക്, ഈ F-35 ഈ 700 കോടി വിലയുള്ള വിമാനം, ഈ വിമാനം കൊണ്ട് ഒരു പ്രയോജനമില്ല എന്ന് ബ്രിട്ടൻ തന്നെ തെളിയിച്ചിരിക്കുകയാണ്. അല്ല, നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. അതിന്റെ ഹൈഡ്രോളിക് തകരാറായിട്ടേ ഉള്ളൂ, ബാക്കി സംഭവങ്ങളൊന്നും തകരാറിലായിട്ടില്ല. ഇത് ഹൈഡ്രോളിക് വിഷയം പരിഹരിച്ചു കഴിഞ്ഞാൽ സാധനം നെരിപ്പാണ്, അത് പറഞ്ഞോളൂ. നമ്മൾ ഈ യുദ്ധ സന്നാഹങ്ങളിൽ ഏറ്റവും മുൻപന്തിയിൽ ഇപ്പോഴും നിൽക്കുന്നത് ഈ ഒരു യുദ്ധവിമാനമൊക്കെ തന്നെയാണ് F-35. നമുക്ക് അടച്ചാക്ഷേപിക്കാൻ പറ്റില്ല. പക്ഷെ അവരുടെ അതിനകത്ത് എവിടേക്കോ എന്തൊക്കെയോ നിർമ്മാണ പാളിച്ചകളുണ്ട്. അത് സ്വാഭാവികമായിട്ടും അങ്ങനെയാണല്ലോ. നമ്മളിപ്പോൾ ഒരു മൊബൈൽ ഫോൺ, നോക്കിയയുടെ ആദ്യത്തെ മൊബൈൽ ഫോൺ ഉണ്ടാക്കിയപ്പോൾ പിന്നീട് അപ്ഡേഷൻസ് വരുമ്പോൾ അവർക്ക് അറിയാലോ പഴയതിനകത്ത് എന്തൊക്കെ തകരാറുണ്ട്. അത് മാറ്റിയിട്ടാണ് എല്ലാ ഇലക്ട്രോണിക് ഉപകരണങ്ങളും എന്ത് സാധനങ്ങളായാലും ആദ്യം ഉണ്ടാകുന്നതിനകത്ത് നിന്ന് കുറേ കാര്യങ്ങൾ പരിഹരിച്ച് അതിനകത്ത് നിന്ന് തെറ്റുകുറ്റങ്ങൾ പരിഹരിച്ചാണ് പുതിയ ഉണ്ടാവുക. തെറ്റുകൾ ഉണ്ടായാൽ മാത്രമേ നമുക്ക് പുതിയ സംഭവം കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ, പഴയ തെറ്റുകൾ തിരുത്തിയിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതുപോലെ കരുതിയാൽ ലോക്കീഡ് മാർട്ടിൻ നിങ്ങളൊന്ന് ആഞ്ഞു പിടിച്ച് നോക്കി ഇത് ഇവിടുന്ന് കൊണ്ടുപോയി, ഇല്ലെങ്കിൽ ഇതിനപ്പുറം നാട്ടൊക്കെ വേറെ ചൈനയൊക്കെ ഏറ്റെടുത്താലുള്ള ഒരു കാര്യം ആലോചിച്ച് നോക്കൂ. ലോക്കീഡ് മാർട്ടിന്റെ ആൾക്കാരൊക്കെ ഇനി ഇവിടെ വേറെ പേരിലൊക്കെ ഇറങ്ങാൻ പോകണം. അവരല്ല, ഇത് ഞങ്ങൾ വേറെ കമ്പനി ഞങ്ങൾ നന്നാക്കാൻ പറ്റുമോ നോക്കാൻ പറ്റും, നന്നാക്കിയിട്ട് വിട്ടു പോകും. എന്താ ജൂലൈ 15 വരെ കാക്കാം. F-35 ടാറ്റ ബൈ ബൈ ഗുഡ് ബൈ ഒക്കെ പറയേണ്ടി വരുമോ, അതോ ഇവിടെ തന്നെ നിലനിൽക്കുമോ എന്നുള്ളത്? അതാണെങ്കിൽ ആ വാടക വേണ്ടെങ്കിൽ നമുക്ക് ആർക്കെങ്കിലും തരുന്നെങ്കിൽ വലിയ പൈസ ഉണ്ടാവും ഒരു മാസം. അതെ, പാവപ്പെട്ട മാധ്യമപ്രവർത്തകർക്ക് കൊടുക്കണമെന്ന് എന്തെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങൾ അത് സന്തോഷം സ്വീകരിച്ചിരിക്കുന്നു.